പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളാൽ താളത്തിൽ പാടുകയാ മണിമഞ്ചത്തിൽ മയക്കണ്ണി. അസ്സലാമു അലൈക്കും. കേട്ട ഗാനങ്ങൾ മധുരം, കേൾക്കാത്താണെങ്കിലോ അത് അതിലേറെ മധുരം. കേട്ടതും കേൾക്കാത്തതുമായ സുന്ദരം ഗാനങ്ങളുടെ മാധുര്യം ചുണ്ടിൽ പകരുന്ന ചുങ്കത് ജ്വല്ലറി പട്ടുറുമാലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ. ആദ്യം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം പട്ടുറുമാൽ കുടുംബാംഗം, പട്ടുറുമാലിന്റെ കാരണവർ, നമ്മുടെ സ്വന്തം ഫിറോസ് ബാബു. മലയാള സിനിമയിലെ പിന്നണി ഗായകൻ നജീം അർഷാദ്. നമുക്ക് സ്വാഗതം ചെയ്യാം പട്ടുറുമാലിന്റെ സ്വന്തം പാട്ടുകാരി ജിഷ നവീൻ. പട്ടുറുമാലിന് ഈണവും താളവും നൽകുന്ന പട്ടുറുമാലിന്റെ സ്വന്തം ഓർക്കസ്ട്ര ടീം. പിന്നണിയിലെ മുന്നണികൾ എന്ന റൗണ്ടിൽ ഇന്ന് ആദ്യമായി നമുക്ക് വേണ്ടി പാടുവാനെത്തുന്നു നജ്മ. അസ്സലാമു അലൈക്കും നജ്മ. വലൈക്കും സലാം. പ്രശസ്ത പിന്നണി ഗായകരുടെ മാപ്പിള പാട്ടുകൾ കോർത്തിണക്കിയ ഈ റൗണ്ടിൽ നജ്മ ഏത് പാട്ട് പാടാൻ പോകുന്നത്? ഞാൻ ചിത്രേച്ചി പാടിയ അല്ലാ റസൂല് എന്ന പാട്ടാണ്. മാഷാ അല്ലാ, എനിക്ക് ഇഷ്ടപ്പെട്ട സോങ് ആണ്. നന്നായിട്ട് പാടുക, ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാത്തിലും സഖിയാണോരേ എന്തിന്ന ബുഹബറിൽ ഹക്കിയായ സുന്ദരമാനിതമാരനേ അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിലും സഖിയാണോരേ എന്തിന്ന ബുഹബറിൽ ഹക്കിയായ സുന്ദരമാനിതമാരനേ.
എന്തിനായി എൻ്റെ കൈ കൊണ്ടിട്ടിന്നും മധുപോരിന്ന് ഉറ്റ മറുപടിയും സന്തോഷത്താൽ എത്തിക്കാണുവാൻ കൊതിക്കുന്നു. കണ്ടും മറുപടിയില്ലാത്ത കത്ത് പാരീതർ പോയി മടുത്തയത്ത് പിണ്ടി കിട്ടുവാൻ ആവശ്യം വീത്ത് വീണ്ടും ചിലർ കളിയാക്കുന്നതോർത്ത് കരിമ പാദം പിടിത്ത് മണത്ത് തൊടുത്ത് സലാമാ ഞാനും ഊരത്ത് തമാമാ തൊടുത്ത് സലാമാ ഞാനും ഊരത്ത് തമാമാ. നജ്മ ഇത്ത നന്നായിട്ട് പാടി. ഞാൻ ആ ഒരു മൂഡ് കളയുന്നില്ല. നമുക്ക് ഫിറോസ്കാട് ചോദിക്കാം. ഫിറോസ്ക, പിന്നണിയിലെ മുന്നണികൾ എന്ന റൗണ്ടിൽ മോള് എടുത്തു പാടിയത് ആ വാക്കിനേക്കാൾ കൂടുതൽ നല്ലത് മോള് സമർപ്പിച്ചത് ചിത്ര ചേച്ചിക്കാണ് അല്ലേ? കേരളത്തിൻ്റെ വാനമ്പാടി 16ഓളം തവണ സ്റ്റേറ്റ് അവാർഡ്, ഇപ്പോൾ 2015 മോയിൻകുട്ടി വൈദ്യർ സ്മാരക അവാർഡ്, ഇപ്പോൾ 2016 നമ്മൾ മാപ്പിള പാട്ട് മേഖലയും ചേച്ചിക്ക് സമർപ്പിച്ചു. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന പാട്ടാണ് നമുക്ക് കൃഷ്ണനെ വിളിച്ച് പാടിയതിൽ ഏറ്റവും മേലെ നിൽക്കുന്നത്. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന പാട്ടാണ്. അവസാനം വിളിച്ച 5 കൃഷ്ണൻ അല്ലേ? അതാണ് വിളി. നമ്മളൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറാണ്, ദൈവത്തെ വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ വിളിക്കണം, ചേച്ചി വിളിച്ച പോലെയെന്ന് ഞാനൊക്കെ എല്ലാ സ്കൂളുകളിലും പറഞ്ഞു കൊടുക്കാറുണ്ട്. മോള് ആവറേജ് പാടിയെന്ന് ഞാൻ പറയുള്ളൂ, ഒരുപാട് നന്നായി എന്ന് ഞാൻ പറയില്ല. കുറഞ്ഞ സ്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവസാനം ഒന്ന് തേങ്ങിയില്ലേ, അത് നന്നായിരുന്നു. ഇത് മുത്തുക്കോയത്തങ്ങളുടെ വരികളാണ്. ഔക്കൂബായി ചേച്ചിയോട് അവസാനം പറയുകയാണ് ഈ പാട്ടിൻ്റെ എൻഡിലൊന്ന് തേങ്ങണമെന്ന്. കോഴിക്കോട് അബൂബക്കർ ആണ് ഈണം. തേങ്ങിയിട്ടാണ് ചേച്ചി നിർത്തിയത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മോള തേങ്ങി നിർത്തിയത് താങ്ക് യു ഫിറോസ്ക. നജീം കാ, ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ടാണ്. പിന്നെ പാട്ട് കുഴപ്പമില്ലാണ്ട് പാടി, നല്ല വോയിസ് ആണ് നജീമിയുടെ. അപ്പോൾ പ്രാക്ടീസ് കുറച്ചുകൂടെ, വോയിസിനൊരു കയ്യടി വന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ പ്രാക്ടീസ് നന്നായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് കാരണം. എൻഡിങ് നോട്ട്സ് ഒക്കെ ചെറിയൊരു ഈ നിർത്തുന്നത് ഒരു കൺട്രോൾ കുറവുണ്ട്. എല്ലായിടത്തും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നു. നന്നായിട്ട് ആ തുടക്കമൊക്കെ നല്ല നജിമയ്ക്ക് പറ്റിയ പാട്ടുമാണ് സെലക്ട് ചെയ്തത്. വലിയ പരിക്കുകളൊന്നും കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയൊരു പാട്ടാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ വളരെ ലെങ്തി ആയിട്ടുള്ള പാട്ടാണല്ലേ, 4 ചരണമെന്തോ ഉണ്ട്. അപ്പം അത് പഠിച്ച് പാടിയല്ലോ ഇത്രയും ബൈ ഹാർട്ടായിട്ട്. അപ്പോൾ അത് ഒരു ഇതാണ്. പക്ഷേ എങ്കിലും ഇതും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു നജീം കാ. ജിഷ ചേച്ചി, നല്ല ത്രോ ഉള്ള ക്ലിയർ സിംഗിങ്, നല്ല വോയിസ് ആണ് കേട്ടോ, നല്ല വോയിസ് ദൈവം തന്നേക്കുന്നത്. 2 സ്ഥലത്ത് സ്ലിപ്പായി. ഒന്ന് കണ്ണീർ ചൊരിഞ്ഞു ഇല്ലേ, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിച്ചും പോയി. പിന്നെ കർത്താവ് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കൊച്ചിന് വെള്ളി വീണു കേട്ടോ. അത് പ്രശ്നമായി പറയണില്ല, എന്നാലും നന്നായി തന്നെ പാടി. കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുന്ന ആളാണ്, ശ്രമിക്കുക. പിന്നെ മോളുടെ പുറകിൽ ഇങ്ങനെ സ്ക്രീനിൽ ചിത്ര ചേച്ചിയുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ദൈവം തന്നൊരു അവസരമായിട്ട് ഞാൻ എടുക്കുകയാണ് ഇതിന്. കാരണം എന്താ ഇപ്പോൾ ചേച്ചിയോട് തോന്നുന്ന ഫീലിംഗ് എന്നൊന്നും വാക്കിലൊന്നും എക്സ്പ്രസ് ചെയ്യാനേ പറ്റൂല. കാരണം ഞാൻ ഒറ്റ തവണ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. അതൊരു സിംഗറായിട്ടൊന്നും അല്ല, ഒരു ഓഡിയൻ്റായിട്ട്. ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഒരു ഫങ്ഷൻ പ്രോഗ്രാമിന് വന്നു. അപ്പോൾ ഞാൻ ഒരു ഓഡിയൻസിൽ ഒരാളായിട്ടിരുന്ന് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അംബീഷൻ, ഫസ്റ്റ് ടൈം എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് പോലും അറിയില്ല എനിക്ക് ഇത്ര ഇഷ്ടമാണ്. വെയിറ്റിംഗ്, മിസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് ചേച്ചീനെ ഒരു ദിവസം നേരി കാണാൻ വേണ്ടിയിട്ട്. മോള് നന്നായി പാടി, ഈ പാട്ടെടുത്ത് പാടി ചേച്ചിക്ക് ഇത് പറയാനൊരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ജിഷ ചേച്ചി. അപ്പോൾ എന്തായാലും ജഡ്ജസ് എല്ലാവരും കമൻസ് പറഞ്ഞു. ഇഷ ചെപ്പിലിട്ട് നജിമയുടെ മാർക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വൈദ്യർ പുകൾപ്പാട്ട് റൗണ്ടിൽ ഇനി പാടുവാനെത്തുന്നു അനീഷ് റഹ്മാൻ.
അസ്സലാമു അലൈക്കും അനീഷ്. വലൈക്കും അസ്സലാം. വൈദ്യർ പുകൾപാട്ട് റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ ഒരു പടപ്പാട്ടാണ് പടപ്പാട്ട പാടുന്നത്. നന്നായിട്ട് റിഹേഴ്സലൊക്കെ എടുത്ത് ഫുൾ കോൺഫിഡൻസിലാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അവരെ തൊട്ടേനും റാവി മൊഴിയും അബ്ദുറഹ്മാൻ ആടും പോർക്കളം തന്നിൽ നിലയ്ക്കും പോതിൽ കൂട്ടുകളെ അണികളതവർ പശിയടുത്തടുത്തിടലായി തുണ ചെയ്യും നബിയുടെ അരികരും കനിവായി ക്ഷണമിലെ മുഖബില ഇടകലർന്നിടലായി അടിപ്പതും ചില പിടിപ്പതും കടുപ്പമും ചമറാ അവരെ തൊട്ടേനും റാവി മൊഴിയും അബ്ദുറഹ്മാൻ ആടും പോർക്കളം തന്നിൽ നിലയ്ക്കും പോതിൽ കൂട്ടുകളെ അണികളതവർ പശിയടുത്തടുത്തിടലായി തുണ ചെയ്യും നബിയുടെ അരികരും കനിവായി ക്ഷണമിലെ മുഖബിലായിടകലർന്നിടലായി അടിപ്പതും ചിലർ പിടിപ്പതും കടുപ്പമും ചമറാ കവരുമ്പാൾ കീടവെട്ടും കുടിഞ്ഞിട്ടും ഈടച്ചാട്ടും കഠിനത്താൽ കൂപ്പിർ ബിന്ദിൽ ഉടനാടുത്തും സ്വഹബുകൾ കരിഷണമത് നീല നിറപരിപരിയാ ചരവിനലശുകയും ഹജറിലെറിവായുടമത് സതിപ്പെട കുഫ്രപാല കുറമായുള്ള ഭയം കൊടുമ്പരം പുറം വച്ച് തിരിந்து വണ്ടിടറാ കവരുമ്പാൾ കീടവെട്ടും കുടിഞ്ഞിട്ടും ഈടച്ചാട്ടും കഠിനത്താൽ കൂപ്പിർ ബിന്ദിൽ ഉടനാടുത്തും സ്വഹബുകൾ കരിഷണമത് നീല നിറപരിപരിയാ ചരമിനലശുകയും അഞ്ചറിനലെറിവായുടമത് സതിപ്പെട കുഫ്രപാല പുറമായുള്ള ഭയം കൊടുമ്പരം പുറം വച്ച് തിരിந்து വണ്ടിടറാ പവനത്തിൽ അതിവേഗം സ്വഹബാക്കൾ കൂപ്പിറുകളെ പറപ്പിക്കും പാരിഷ് പോൽ കുതിപ്പിപ്പതായി കുറശികൾ വശിപ്പുറം മണിയിലെ ചെറിയവൾ വിന്തും അവരെ തൊട്ടേനും റാവി മൊഴിയും അബ്ദുറഹ്മാൻ ആടും പോർക്കളം തന്നിൽ നിലയ്ക്കും പോതിൽ കൂട്ടുകളെ അണികളതവർ പശിയടുത്തടുത്തിടലായി തുണ ചെയ്യും നബിയുടെ അരികരും കനിവായി ക്ഷണമിലെ മുഖബില ഇടകലർന്നിടലായി അശകുട സ്നേഹികൾ അവർകൾ ഭയന്തും നിശിതകൾ ശീരിപ്പാലെ കരമിൽ മൊളിന്തും തടിത്ത് രാഗമയെടുത്ത് വീണകൾ മുടിത്ത് പാടിടലായി തവരമൽ പുരുഷര മനസ്സിനെ മുടിക്കെട്ടൻ തരമായ പൊരുൾ മുഷി പകന്ത കൗലാൽ അവകളെ തടിത്തുടങ്ങും മൃഗള സ്വഹാബരി തീറ്റും അശകുട സ്നേഹികൾ അവർകൾ ഭയന്തും നിശിതകൾ ശീരിപ്പാലെ തരവിൽ മൊളിന്തും തടിത്ത് രാഗമയെടുത്ത് വീണകൾ മുടിത്ത് പാടിടലായി നവരമൽ പുരുഷര മനസ്സിനെ മുടിക്കെട്ടൻ താരമായ പൊരുൾ മുഷി പകന്ത കൗലാൽ അവകളെ തരിത്തുടങ്ങും മൃഗള സ്വഹാബരിൽ തീറ്റും
അവരെ തൊട്ടേനും ഗാവി മൊഴിയുന്നാർ അബ്ദുറഹ്മാൻ. ആടും പോർക്കളം തന്നിൽ നിലയ്ക്കും പോതിൽ കുഫറുകളെ അണികളതവർ പശിയടുത്തടുത്തിടലായി തുണ ചെയ്യും നബിയുടെ ഹരികരും കനിവായി ക്ഷണമിലെ മുക്കബില ഇടകലർന്നിടലായി അടിപ്പതും ചില പിടിപ്പതും കടുപ്പമും ചമറാ അവരെ തൊട്ടേനും ഗാവി മൊഴിയുന്നാർ അബ്ദുറഹ്മാൻ. ആടും പോർക്കളം തന്നിൽ നിലയ്ക്കും പോതിൽ കുബ്രകളെ അണികളതവർ പശിയടുത്തടുത്തിടലായി തുണ ചെയ്യും നബിയുടെ ഹരികരും കനിവായി ക്ഷണമിലെ മുക്കബിലയിട കലർന്നിടലായി അടിപ്പതും ചിലർ പിടിപ്പതും കടുപ്പമും ചമറാ. അനീഷ് റഹ്മാൻ എന്താ വളരെ നല്ല താളമുള്ള ഒരു പടപ്പാട്ടാണ് പാടിയത് പാടിയത്? ശരി. അല്ലേ? ആ ഒരു വളരെ മനോഹരമായ പാട്ടിന്റെ ആ വിജയ ആഹ്ലാദത്തിൽ ഞാനും ഒത്തുചേർന്നു. അവിടുന്ന് മാലാഖ മനസ്സിലായില്ല, പോലെ സംഭവം പറന്നിങ്ങനെ വന്നിട്ട്. കേറാൻ പാടില്ല എന്ന് എനിക്കറിയാമില്ലായിരുന്നു. ഫിറോസ്ക കുഴപ്പമുണ്ടോ കയറിയത്? ഉഹദ് പടപ്പാട്ട് അല്ലേ? അതില് കൊമ്പ് മുറുക്കം ചാട്ട് എന്ന ഇശലിൽ രൂപപ്പെടുത്തിയ പാട്ടാണ്. ഇതില് അവസാനം അനീഷ് ഹൈ ഹൈ എന്ന് പറഞ്ഞത് അസ്ഥാനത്തായിരുന്നോ എന്നും ഞാൻ അതിൻ്റെ ഇടയിൽ വന്ന് ഇൻട്രാക്ട് ചെയ്തത് അസ്ഥാനത്തായിരുന്നോ എന്ന് സജിതയ്ക്കും ഡ്രമ്മ് വായിച്ചത് അസ്ഥാനത്തായിരുന്നോ എന്ന് ബിജുവിനും ഒക്കെ ഉള്ളൊരു സംശയം ഞാൻ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഇതൊരു ശതമാനം പോലും അസ്ഥാനത്തല്ല. അതിൻ്റെ കാരണം ഇതിലങ്ങനെ ഒരു ഭാഗമുണ്ട്. ഈ യുദ്ധം നബിയും സ്വഹാബിമാരും എതിർത്ത് നിൽക്കുകയാണ്, പ്രാർത്ഥന കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് നബി സ്വഹാബിമാരുമായിട്ട് ഉഹദ് യുദ്ധത്തിൻ്റെ ഈ ഭാഗം. അപ്പോൾ ശത്രുപക്ഷത്ത് അവസാനത്തിൽ നബിയെ വിശ്വസിച്ച് നബിയുടെ രീതിയാണ്, റസൂലുള്ളാഹിന്റെ രീതിയും പ്രവചനങ്ങളുമാണ് ശരി എന്ന് മനസ്സിലാക്കിയ ഹിന്ദും കേട്ടില്ലേ, ഹിന്ദിനെ കേട്ടില്ലേ, നബിയുടെ കരള് എനിക്ക് തിന്നണമെന്നൊരു സമയത്ത് ആഗ്രഹം പറഞ്ഞ് ശത്രുപക്ഷത്ത് നിന്ന പെണ്ണാണ് ഹിന്ദ്. അവസാനം പ്രവാചകനിൽ വിശ്വാസം, പക്ഷേ അപ്പോഴേക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ സമയം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഹിന്ദും കൂട്ടരും എതിർപക്ഷത്ത് നിന്നുകൊണ്ട് പാട്ടുപാടിയും നൃത്തം കളിച്ചും വാദ്യമേളങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും ഈ യുദ്ധത്തിൻ്റെ ഒരു പക്ഷത്ത് നിന്നു എന്നാണ്. അപ്പോൾ നമ്മളിത് ചിത്രീകരിച്ച് കാണിക്കുമ്പോൾ അത് കാണിക്കണ്ടേ? അപ്പോൾ ഇത് അസ്ഥാനത്തല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് പടയുടെ ഏറ്റവും വലിയ ഭാഗമാണ് കാണിക്കുന്നത്. നിഷേധികൾ ആയ ഈ ശത്രുപക്ഷത്തുള്ളവർ റസൂലിൻ്റെയും സ്വഹാബിമാരുടെയും യുദ്ധത്തിൽ എണ്ണമറ്റ് വീഴുകയാണ്. ഇങ്ങനെ അവസാനം തോറ്റോടുകയാണ്. ഹിന്ദും കൂട്ടുകാരികളും ചേർന്ന് ഒരു സ്ത്രീപക്ഷമുണ്ട് ഇതിന്. അവരാണ് ഈ ഒപ്പന കളിച്ചും പാട്ടുപാടിയും ഒക്കെ അവരുടെ പക്ഷത്തെ സന്തോഷപ്പെടുത്തുകയായിരുന്നു, അവർക്ക് ആഹ്ലാദം വരാൻ വേണ്ടി അല്ലേ? പാട്ടിന് അങ്ങനെയുണ്ടല്ലോ. എന്നിട്ടും അവർ തോറ്റോടുകയാണ്. അവസാനം ഉഹദ് യുദ്ധം വിജയത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ പാടിയത്. നന്നായിട്ട് പാടി. കുറഞ്ഞൊരു സ്ലിപ്പൊക്കെ ഇങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ തോന്നി കേട്ടോ. അനീഷിൻ്റെ വോയിസിലാണ് ഈ പാട്ട് നിന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ജിഷ ചേച്ചി നന്നായി പാടിയാ? പാടിയോ? അപ്പോൾ അതാണ് വേണ്ടത്, അസലായിട്ട് പാടി ചേച്ചി. അപ്പം ആ ഒരു പാട്ടിന്റെ റിതം ഫാസ്റ്റ് ആവുമ്പം സ്ലിപ്പാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നമ്മളിങ്ങനെ ബ്രത്ത് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോവല്ലേ. പക്ഷെ ദൈവം സഹായിച്ച് നന്നായി വന്നു. അതിൽ കൂടുതലൊന്നും നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ടോട്ടലി നന്നായിട്ട് തന്നെ വന്നൊരു പാട്ട്. താങ്ക് യു ചേച്ചി. നജീബ് കാ പടപ്പാട്ടായത് ഭാഗ്യല്ലേ. ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള ബ്രെത്ത്ലെസ് സോങ് പോലെ തോന്നി. കാരണം അത്രയ്ക്കും ഇങ്ങനെ ബ്രേക്ക് ചെയ്യാനൊരു സമയമില്ലേ അല്ലേ ശ്വാസം പിടിക്കാനായിട്ട് മാക്സിമം. പക്ഷെ അത് മാക്സിമം അത് കറക്റ്റായിട്ട് പാടിയിട്ട് അതാണ് ഞാൻ അതിശയിച്ചിരിക്കുന്നത്. എങ്ങനെ എവിടെയെങ്കിലും തെറ്റുന്ന ഞാൻ വിചാരിച്ചാൽ, പക്ഷെ അതെല്ലാം കുഴപ്പമില്ലാണ്ട് പാടി. പിന്നെ ഈ വൈബ്രേഷൻ അത് കുറയ്ക്കണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ പാട്ടിൽ അത് മെൻഷൻ ചെയ്തിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു നജീം കാ. വൈദ്യുതി പുകൾപാട്ട് റൗണ്ടിൽ അനീഷ് റഹ്മാന് എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഫിറോസ് കാ ഓൺ 40 38.5. താങ്ക് യു ഫിറോസ് കാ. നജീം കാ 27.5.
താങ്ക് യു നജീംക. ജിഷ ചേച്ചി 28. താങ്ക് യു ജിഷ ചേച്ചി. അനീഷ് റഹ്മാന് ഈ റൗണ്ടിൽ കിട്ടിയത് 100-ൽ 94. എന്താണെങ്കിലും ഇനി ബാക്കിയുള്ള റൗണ്ട്സ് അടിപൊളിയായിട്ട് പാടണം. മനോഹരമായ 2 ഗാനങ്ങൾക്ക് ശേഷം പിന്നണിയിലെ മുന്നണികൾ എന്ന റൗണ്ടിൽ പാടുവാനെത്തുന്നു അലക ജയ്പാൽ. ഹലോ അലക. ചേച്ചി എപ്പോഴും വരുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ് കഴിഞ്ഞ റൗണ്ടിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും വന്നത്. എന്തായാലും മനോഹരമായിട്ട് കഴിഞ്ഞ റൗണ്ടിൽ പാടാൻ കഴിഞ്ഞു. ഇന്ന് പിന്നണിയിലെ മുന്നണികൾ എന്ന റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ SPB സാറിന്റെ ഉലഹേ നമുക്ക് എനത്തന്ത എന്നൊരു തമിഴ് ഇസ്ലാമിക് സോങ് ആണ് പാടുന്നത്. അടിപൊളിയായിട്ട് പാടണം. ഓക്കെ, റിഹേഴ്സലൊക്കെ പക്കാണല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ മോളെ. உலகை நமக்கு என தந்தாய், உயிரும் உடல் தந்தாய், கருணை வடிவானவன். லா இலாஹ இல்லல்லாஹு முஹம்மது ரசூலுல்லாஹி. இருட்டு என எதுவும் இல்ல, இரக்கம் கொண்ட பந்தம் வடிவமின்றி வாழ்பவன். லா இலாஹ இல்லல்லாஹு முஹம்மது ரசூலுல்லாஹி. ஆதி முதலான அருணாளன், தேகம் இறையோனே அன்பாளன். லா இலாஹ இல்லல்லாஹு முஹம்மது ரசூலுல்லாஹி. லா இலாஹ இல்லல்லாஹு முஹம்மது ரசூலுல்லாஹி. உலகை நமக்கு என தந்தா, உயிரும் உடல் தந்தா, கருணை வடிவானவன். லா இலாஹ இல்லல்லாஹு முஹம்மது ரசூலுல்லாஹி. அல்லாஹு அக்பர் அல்லாஹு அக்பர் அல்லாஹு அக்பர் அல்லாஹி. கருவினில் குழந்தைக்கெல்லாம் நல்ல முதூட்டு மருணாளன். எலும்புக்கு பசி தீர்த்து பெண்களை தாளாட்ட செய்கின்றவன். உனக்கென்ன ஓரிடத்தை இந்த உலகத்தில் எழுதி வைத்து, கணக்குகள் முடியும் வரை உன்னை கவனித்து பார்க்கின்றவன். அண்ணன் முகமதரே, எங்க அண்ணன் முகமதரே, அடக்கிய பெரியோனே, இங்கும் இனிய வீணோரே, காக்கின்ற இசமான காலம் அவன் கோலம் அவன் ஆடுகின்ற ஞானம் அவன் ஆசை என்று சொல்லி நம்ம ஆஸ்வதிக்கும் இறைவன். லா இலாஹ இல்லல்லாஹு முஹம்மது ரசூலுல்லாஹி. லா இலாஹ இல்லல்லாஹு முஹம்மது ரசூலுல்லாஹி. உலகை நமக்கு என தந்தா, உயிரும் உடல் தந்தா, கருணை வடிவானவன். லா இலாஹ இல்லல்லாஹு முஹம்மது ரசூலுல்லாஹி. அல்லாஹு அக்பர் அல்லாஹு அக்பர் அல்லாஹு அக்பர் அல்லாஹி. கடலுடன் அலை பதித்தான், அதை கரையோடு நிறுத்தி வைத்தான். அவை கருணை என்பவென்று அந்த நிகழுக்கு அன்பாளன். உடலில் உயிர் கொடுத்தான், அதை மூச்சோடு கலந்து விட்டான். இனி இன்று அவன் அருளை என் சுவாசத்தில் உணர்கின்றே. நல்ல ஈமானுடன்
ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി. உலகை நமக்கு என தந்த உயிர் முடல் தந்த கருணை வடிவானவன் ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി. இருடு இணை எதுவும் இல்ல இரக்கம் கொண்ட பந்த வடிவமின்றி வாழ்பவன் ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി. ஆதி முதலான அருணாளன் தேகம் இறையோனே அன்பாளன் ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി. உலகை நமக்கு என தந்த உயிர் முடல் தந்த கருணை வடிவானவன் ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി. 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 അതിമനോഹരമായ ഒരു പാട്ടാണ് അളക പാടിയത്. നന്നായിരുന്നു കേട്ടോ, താങ്ക് യു ചേച്ചി. നന്നായിരുന്നു, അതിമനോഹരം. എല്ലാവരും വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് പാട്ടിൻ്റെ ഡീറ്റെയിൽസിലൂടെ വെച്ചു. ഓക്കെ. ഫിറോസ് ഖാ, SPB സാറിനാണ് സമർപ്പണം. 46 അദ്ദേഹത്തിൻ്റെ ജനനം അല്ലേ. ആന്ധ്രക്കാരനായി ജനിച്ചു. ഒരു തെലുങ്ക് കൾച്ചറൽ അസോസിയേഷൻ്റെ ഒരു സംഘഗാന പരിപാടിക്ക് മദിരാശിയിൽ, അന്ന് ഇളയരാജ എന്ന് പറയുന്ന വലിയ പ്രതിഭ അവസരങ്ങൾ തേടി നടക്കുന്ന കാലം. അദ്ദേഹം ഹാർമോണിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ അനിയൻ ഗംഗയമരൻ സാർ ഗിറ്റാറിസ്റ്റ്, ഇപ്പോഴും മദ്രാസിയിൽ ഡ്രം പ്ലെയറായിട്ട് സീനിയർ ആയിട്ടുള്ള ശേഖർ എന്ന് പറയുന്ന ഡ്രമ്മർ, തബല. ഈ 3 ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘഗാനത്തിന് പ്രധാന ഗായകനായിക്കൊണ്ടാണ് SPB സാർ ആദ്യമായിട്ട് ഇവരെ പരിചയപ്പെടുന്നത്. കോദണ്ഡപാണി സാറും അത്തരത്തിലുള്ള പ്രഗത്ഭരുമായിരുന്നു അതിൻ്റെ വിധികർത്താക്കൾ. അവർ കണ്ടെത്തിയ ഒരു മുത്താണ് നമ്മുടെ വിനയം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരു പ്രതിഭ അല്ലേ, SPB സാറ്. കുറേ കഥകൾ, നമ്മൾ കഥകൾ പറഞ്ഞാൽ നീണ്ടുപോകും. 1964 അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്, ഒരു തെലുങ്ക് സിനിമയിലൂടെ. 66 ഒരു കന്നഡ സിനിമയ്ക്ക് വേണ്ടി പാടുന്നു. 66 തന്നെ നമ്മുടെ അനുഗ്രഹമായിക്കൊണ്ട് അദ്ദേഹം മലയാളത്തിന് വേണ്ടിയും പാടി. ശങ്കരാഭരണം എന്ന സിനിമയ്ക്ക് വേണ്ടി 81 പാടുമ്പോൾ KV മഹാദേവൻ സാറ് 8 പാട്ട് സാറിനെ ഏൽപ്പിച്ചത്. സാർ പറഞ്ഞത്ര എനിക്ക് ക്ലാസിക്കൽ അറിയില്ല എന്ന്. KV മഹാദേവൻ സാർ പറഞ്ഞത്ര ഞാൻ ട്യൂണ് പറഞ്ഞു തരാം, സ്വരങ്ങളുടെ ട്യൂണ് പറഞ്ഞു തരാം, അങ്ങനെ പാടിയാൽ മതി, എനിക്ക് സാറ് തന്നെ പാടണം, SPB തന്നെ പാടണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ശങ്കരാഭരണത്തിലെ 8 പാട്ട് പാടുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. മനസ്സിലായില്ലേ? മോള് നല്ലൊരു ഡെഡിക്കേഷൻ നടത്തിയത്, മനോഹരമായിട്ട് പാടും കേട്ടോ, സാധ്യമായിട്ട് പാടും. താങ്ക് യു ഫിറോസ് ഖാ. നജീം ഖാ, നമ്മളൊരു സ്റ്റുഡിയോയിൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേക്ക് ഓക്കെ എന്നൊക്കെ പറയത്തില്ലേ, കേട്ടിട്ടില്ലേ? അതുപോലെ ഫസ്റ്റ് ടേക്ക് ഓക്കെ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു കേട്ടോ, ഒരു തെറ്റുമില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉഗ്രൻ സോങ് ആണ്. സെലക്ഷൻ നന്നായി. SP സാറിൻ്റെ ഒരു വെടിക്കെട്ട് പാട്ടാണ് സെലക്ട് ചെയ്തത്. ഞങ്ങളെല്ലാം നല്ല എൻജോയ് ചെയ്തു കേട്ടോ. വളരെ സന്തോഷമുണ്ട്. അപ്പം പാടുന്നവർ നല്ല അത് കീപ്പ് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നജീം ഖാ. ചേച്ചി, ഫസ്റ്റ് തിങ് യുവർ ആറ്റിറ്റ്യൂഡ്. നമ്മളവിടെ പാടാൻ വരുന്നതിന് മുമ്പ് ഞാൻ അളകെ ശ്രദ്ധിക്കുകയാണ്. വെരി കോൺഫിഡൻറ്റ്, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വെരി വെരി ബോൾഡ്. സെക്കൻഡ് തിങ്, നമ്മൾ ലോ പിച്ചിൽ ഒരു പാട്ട് പാടുമ്പം അതിൻ്റെ ഹൈ നോട്ട്സിൽ പോകുമ്പോഴും നമുക്ക് അതിൻ്റെ സെയിം ലെവൽ ഓഫ് വോയിസ് ഡെപ്ത് കീപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. നമുക്ക് ഫീമെയിൽ വോയിസിന് ഒരു ഫോൾസെറ്റയിലോട്ടോ അല്ലെങ്കിൽ ഒരു ഹെഡ് വോയിസിലോട്ടോ ഹൈ പിച്ചിൽ പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഹൈയിൽ പോകുന്ന സമയത്ത് ഇഫ് അറ്റ് ഓൾ യു ഹാവ് ടു വോയിസ് എ ഹെഡ് വോയിസ്, യൂസ് എ ഹെഡ് വോയിസ്.
നമ്മൾ മാക്സിമം ഡെപ്തിൽ തന്നെ ആ വോയിസ് പാടാൻ ശ്രമിക്കണം. ഒരു കംപ്ലൈൻറ്റും വേറെ ഞാൻ കണ്ടില്ല. ഒത്തിരി ബ്ലെസ്ഡ് ആണ്. പക്ഷേ ഈ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. അതിനെ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പം കന്നക്കന്താരോ വാരം പിരിച്ചാലും അപ്പം നമ്മൾ പറ്റില്ല. നമ്മൾ ഹൈയിൽ പോകുമ്പോഴും ആ വോയിസിൽ തന്നെ വരാൻ പറ്റണം. റെക്കോർഡിംഗ് സെഷനിലോ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിലോ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കംഫർട്ടബിൾ പിച്ചിലോട്ട് ഹാഫ് നോട്ടൊക്കെ താത്താം. ഇതിൽ ഇനിയും ബേസിൽ പോയാൽ സ്റ്റാർട്ടിങ് ബുദ്ധിമുട്ടാവും. അപ്പം ഹെൽപ്ഫുൾ ആവുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം കൺസ്യൂം ചെയ്തത് പറയണത്. അത് ടേക്ക് കെയർ ചെയ്യണം കേട്ടോ. പക്ഷെ നന്നായി പാടി, ഒരു മിസ്റ്റേക്കും ഇല്ല കേട്ടോ. ഇത് ഒരു ജനറൽ അഡ്വൈസ് ആണ് കേട്ടോ. താങ്ക് യു. ജീഷ ചേച്ചി, ഒരു കാര്യം അറിയത്തില്ലല്ലോ, ഇവിടെ വേറൊരു കഴിവും കൂടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, കണ്ടുപിടിച്ചല്ലോ. എന്താണെങ്കിൽ ആ സമയം കൊണ്ട് നമ്മുടെ ബാക്കി 2 ജഡ്ജസ് ചെപ്പിലോട്ട് മാർക്ക് ഇട്ടോട്ടെ. അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഈ കുട്ടിയുടെ ഒരു 2 വരി ഗസലൊക്കെ പാടും കേട്ടോ. ഞാൻ എന്നോട് നജീം പറഞ്ഞു, സാറും പറഞ്ഞു അസദ്യമായിട്ട് പാടുന്നു. അപ്പൊ ഒന്ന് കേൾക്കണം. घमावला झरकाते दुखा दिए पुणिया, घमावला झरका पे दुखा दिए पुणिया, जो झुकती जवानी आहूण पिया तोणिया, कत सक देना कत सकदीना कत सकदीना कत सकदीना वल लिए कुड़िए नी तेरी पूनिया नी भरियो जिंदे मेरे दिल विचो उठ दिए हुक माया मैनू याद आवना सुन करते दी मिठी मिठी हो माया मैनू याद आवना सुन करते दी मिठी मिठी हो. कत सकदीना कत सकदीना कत सकदीना कत सकदीना. എന്താണെങ്കിൽ ആളൊക്കെ നന്നായിട്ട് പാടി. ഇനി സ്നേഹ സമ്മാനം കൊടുക്കാനുള്ള സമയമായി. പ്രോത്സാഹന സമ്മാനം നൽകാനായി നമ്മുടെ സ്വന്തം യങ് ബോയ് നജീം കയെ ക്ഷണിക്കുന്നു. സ്വപ്നസുന്ദരമായ സുഖനിദ്രയ്ക്ക് 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനമാണ് നജീം ക നജ്മ കുട്ടിക്ക് കൊടുത്തത്. F2K shoes നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അനീഷ് റഹ്മാൻ. പ്രിൻസ് പട്ടുപാവാട മാർക്കറ്റ് റോഡ് എറണാകുളം നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അലക ജയ്പാലിന് നജീം ക. കാത്തിരുന്ന് പുഴമേലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദളങ്ങൾ പോയി വളകളൂർന്നു പോയി ഓർത്തിരുന്ന് നിഴലു പോലെ ചിറകൊടിഞ്ഞു കാറ്റിലാടി നാളമായി
ചിത്ത